ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പോളിഷ് പിയാനിസ്റ്റ് ആയിരുന്ന വ്ളാഡിസ്ലാവ് സ്പിൽമാൻ്റെ മെമ്മോയറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഇൻ ദി ആറ്റിക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. എന്താണ് ഒരു മെമ്മോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓർമ്മക്കുറിപ്പുകളെയാണ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിലുണ്ടാകുന്ന കാര്യങ്ങളെയൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു പുസ്തകം പോലെ എഴുതുന്നതാണ് മെമ്മോയർ എന്ന് പറയുന്നത്. അതേസമയം ഓട്ടോബയോഗ്രഫി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരേ വ്യക്തി തന്നെ എഴുതുന്നതാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ജനനം തൊട്ട് അവരുടെ ഒരു മോസ്റ്റ് ഓഫ് അവരുടെ ലൈഫും കവർ ചെയ്യുന്നതാണ് ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. എന്നാൽ മെമ്മോയർ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തെ മാത്രം ആസ്പദമാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ വ്ളാഡിസ്ലാവ് സ്പിൽമാൻ എന്ന് പറയുന്നത് ഒരു പോളിഷ് പിയാനിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ മെമ്മോയറിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ പിയാനിസ്റ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് അതിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ പേരായിട്ടുള്ള ഇൻ ദി ആറ്റിക് എന്ന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പുസ്തകമെന്ന് പറയുന്നത് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ 2002 റോമൻ പൊളാൻസ്കി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ദ പിയാനിസ്റ്റ് എന്നുള്ള പേരിൽ ഒരു ഹോളിവുഡ് സിനിമ എടുത്തിട്ടുണ്ട്. ഓസ്കാറൊക്കെ കിട്ടിയ ഒരു സിനിമയാണ്. അത് ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് നമ്മൾ പറഞ്ഞു ഓർമ്മക്കുറിപ്പാണ്. അത് എന്ന് പറഞ്ഞാൽ നോൺ ഫിക്ഷണൽ ആയിട്ടുള്ളൊരു വർക്കാണ്. ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഇമാജിനേഷൻ വഴിയൊക്കെ എഴുതുന്നതാണ്. അതായത് റിയൽ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഇപ്പോൾ സിൻഡ്രല്ലയുടെ സ്റ്റോറിയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു റൈറ്റർ ഇമാജിനേഷനിൽ വെച്ചിട്ട് എഴുതിയിട്ടുള്ള സ്റ്റോറിയാണ്. എന്നാൽ ഈ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ റൈറ്ററിൻ്റെ യഥാർത്ഥ റിയൽ ലൈഫിലുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിനെ നമുക്ക് നോൺ ഫിക്ഷൻ ആയിട്ടും കണക്കാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു മെമ്മോയർ എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നോക്കാം. അത് പറയുമ്പോൾ നമുക്ക് ആദ്യമായി പറയാനായിട്ടുള്ളത് വേൾഡ് വാർ സെക്കൻഡിനെ കുറിച്ചാണ്. വേൾഡ് വാർ സെക്കൻഡ് എന്ന് പറയുന്നത് 1939 സെപ്റ്റംബർ 1 മുതൽ 1945 സെപ്റ്റംബർ 2 വരെ നീണ്ടു നിന്നിരുന്ന ഒരു യുദ്ധ കാലഘട്ടമായിരുന്നു. ഈ ഒരു സമയത്ത് ജർമ്മനിയുടെ ലീഡറായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ, ആ ഒരു പേര് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, അദ്ദേഹം നാസി പാർട്ടിയുടെ ലീഡറും കൂടി ആയിരുന്നു. ഹിറ്റ്ലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു കാര്യം, അദ്ദേഹത്തിന് ആരോടായിരുന്നു വെറുപ്പ്? പ്രധാനമായിട്ടും ജൂത മതത്തിൽപ്പെട്ട ആൾക്കാരോട് ഭയങ്കരമായിട്ടുള്ളൊരു വെറുപ്പുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു വെറുപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതാണ് റീസൺ എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഹിറ്റ്ലറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശ്വസിച്ചിരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വംശം എന്ന് പറയുന്നത് ആര്യൻ വംശമാണ്. ആ ഒരു വംശമാണ് ലോകത്തിലെ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ എല്ലാവരെക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വംശമെന്ന് പറയുന്നത് തൻ്റെ വംശമായിട്ടുള്ള ആര്യൻ വംശമാണെന്നും ബാക്കിയുള്ളവരെല്ലാം തന്നെക്കാളും തൻ്റെ വംശത്തെക്കാളും ഇൻഫീരിയർ ആയിരുന്നു എന്നുമായിരുന്നു ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ വേൾഡ് വാർ ഫസ്റ്റിൽ ജർമ്മനി പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ആ പരാജയത്തിന് പിന്നിലും ജൂതന്മാരുടെ കൈകളുണ്ടെന്നായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തോട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. അതോടൊപ്പം പോളണ്ടിനെ പിടിച്ചടക്കി സോവിയറ്റ് യൂണിയനിലേക്ക് തങ്ങളുടെ അധികാര പരിധി വ്യാപിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ടാണ് ജർമ്മനി വേൾഡ് വാർ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കേവലം ജൂതന്മാർ മാത്രമായിരുന്നില്ല, അതോടൊപ്പം തന്നെ അദ്ദേഹം ഇൻഫീരിയർ ആണ് എന്ന് വിശ്വസിച്ചിരുന്ന എല്ലാ ജനങ്ങളെയും. ഹിറ്റ്ലറിൻ്റെ ക്രൂരതകൾക്ക് ഇരയായിട്ടുള്ളത് ജിപ്സീസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ അദ്ദേഹം തൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ട് ഗ്യാസ് ചേമ്പേഴ്സ്, അതായത് വിഷപ്പുകയൊക്കെ ഈ ഒരു ആൾക്കാരുടെ മുഖത്തേക്കും ഒക്കെ അടിച്ചു കൊടുത്ത് അവരെ കൂട്ടത്തോടെ കൊല്ലുകയൊക്കെയാണ് ഹിറ്റ്ലർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ആൾക്കാരങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നമ്മളുടെ ഈ ഒരു മെമ്മോയറിൽ നമ്മുടെ വ്ളാഡിസ്ലാവ് സ്പിൽമാൻ എന്ന് പറയുന്ന റൈറ്റർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓതറായിട്ടുള്ള വ്ളാഡിസ്ലാവ് സ്പിൽമാനെ കുറിച്ച് സംസാരിക്കാം. അദ്ദേഹം എന്ന് പറയുന്നത് പോളണ്ടിലെ പോളിഷ് റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പിയാനിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വാർ തുടങ്ങുന്ന സമയത്ത്, അതായത് 1939 നമ്മുടെ ജർമ്മനി ഈ ഒരു പോളണ്ട് ആക്രമിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ റേഡിയോ സ്റ്റേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് ഒരു ഷെല്ല് വന്ന് പതിക്കുന്നതായിട്ട് അദ്ദേഹം കേൾക്കുകയും പിന്നീട് നോക്കുമ്പോൾ, കാര്യം അതാരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല, പോളണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ആക്രമണം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് നോക്കുമ്പോൾ ചുറ്റും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു വ്ളാഡിസ്ലാവ് സ്പിൽമാൻ കാണുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു വാറിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു ജൂയിഷ് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, അതായത് ജർമ്മൻ പട ഈ ഒരു ജൂതന്മാരെയൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് ഒളിച്ച് താമസിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയൊക്കെ ഈ ഒരു നാസി പട അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെയോ ആണ് സ്പിൽമാൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അതിനുശേഷം ഒറ്റയ്ക്കാണ് അദ്ദേഹം വർഷങ്ങളോളം പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ച് താമസിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം വാർ കഴിയുമ്പോൾ സ്പിൽമാൻ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെയെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 2000 ജൂലൈ 6 തൻ്റെ 88-ാം വയസ്സിൽ പോളണ്ടിലെ വാർസ എന്ന് പറയുന്നത് പോളണ്ടിൻ്റെ ക്യാപിറ്റലാണ്, അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് വാർ സെക്കൻഡിനെ അതിജീവിച്ച ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനായും സംഗീതജ്ഞനായുമായാണ് നമ്മുടെ വ്ളാഡിസ്ലാവ് സ്പിൽമാൻ അറിയപ്പെടുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മളുടെ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് സ്പിൽമാൻ വളരെ ടയേർഡാണ്. അദ്ദേഹം കുറേ നാളുകളായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വീട്ടുകാരെ എല്ലാം ഈ ഒരു ജർമ്മൻ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിനുശേഷം അവരെ ഒന്നും കണ്ടിട്ടില്ല. അവരൊക്കെ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഉള്ളത് വാർസായിലാണ്. വാർസ എന്ന് പറയുന്നത് പോളണ്ടിൻ്റെ ക്യാപിറ്റലാണ്. അവിടെയുള്ള ഒരു കെട്ടിടത്തിൽ, അതായത് തകർന്ന ഒരു ആരും താമസമൊന്നും ഇല്ലാത്ത ഒരു കെട്ടിടത്തിലാണിപ്പോൾ സ്പിൽമാൻ ഉള്ളത്. അദ്ദേഹം ഒളിച്ച് താമസിക്കുവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ ടയേർഡായി ഒരു ലാർഡർ ഡോറിൻ്റെ ഫ്രണ്ടിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ലാർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റോറേജ് ഹൗസാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറേജ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ വളരെ ടയേർഡായിട്ടാണ് സ്പിൽമാൻ ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരാൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ വിക്കിയാണ് നമ്മളുടെ സ്പിൽമാൻ അയാളോട് സംസാരിക്കുന്നത്. വളരെ ടയേർഡാണ്. അദ്ദേഹം പറയുവാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്നെ ചെയ്തോളൂ, പക്ഷെ ഞാനിവിടെ നിന്ന് അനങ്ങാനായിട്ട് പോകുന്നില്ല എന്ന് ആ ഒരു വന്ന ആളോട് പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആ വന്ന ആൾ ഓഫീസർ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു പക്ഷേ ഒരു ജർമ്മൻ ഓഫീസർ ആയിരിക്കാം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്പിൽമാൻ്റെ ഈ ഒരു സംസാരം കേൾക്കുന്ന ഓഫീസർ തിരിച്ചു പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഞാൻ നിന്നെ ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഓഫീസർ സ്പിൽമാനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സ്പിൽമാൻ പറയുന്നുണ്ട്, ഞാനൊരു പിയാനിസ്റ്റ് ആയിരുന്നു. ആ കാര്യം അദ്ദേഹം എന്തായിരുന്നു, റേഡിയോ സ്റ്റേഷനിൽ ഒരു പിയാനോ വായിക്കുന്നൊരു പിയാനിസ്റ്റ് ആയിരുന്നു. ഓഫീസർ സ്പിൽമാനെ കുറച്ചു നേരം ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അവിടെ പിന്നിലായിരുന്ന ഒരു മുറിയുടെ ഡോറ് തുറന്നു കിടക്കുന്നത് കാണുന്നുണ്ട്. അതിനുശേഷം അങ്ങോട്ടേക്ക് നോക്കി ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ട് ആ ഒരു ഓഫീസർ ഇങ്ങനെ സ്പിൽമാനോട് ചോദിക്കുവാണ്, എൻ്റെ കൂടെ അങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം സ്പിൽമാനും ഓഫീസറും ചേർന്ന് ആ ഒരു മുറിയിലേക്ക് പോകുന്നു. മുറിയിലേക്ക് പോകുന്ന സമയത്ത്
അവിടെ ഒരു പിയാനോ ഭിത്തിയിലിങ്ങനെ ചാരി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കാണുന്ന ഓഫീസർ സ്പിൽമാനോട് പറയുകയാണ്, നിനക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക് എനിക്കിതിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ചോദിക്കുന്ന സമയത്ത് സ്പിൽമാൻ നിന്നിടത്തുനിന്ന് പോലും അനങ്ങുന്നില്ല, തിരിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹം അത്രയും പേടിച്ച് നിൽക്കുക. അപ്പോൾ ഈ ഒരു ഓഫീസർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, ആരെങ്കിലും പിയാനോയുടെ ശബ്ദം കേട്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനാണിത് വായിച്ചതെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. നീ പോയി എവിടെയാണോ ഒളിച്ചിരുന്നത്, അതായത് എവിടെയാണ് അദ്ദേഹം ഒളിച്ചിരുന്നത്, ആ ഒരു ലാർഡർ റൂമിലാണ്, സ്റ്റോർ റൂമിലാണ്, അവിടെ തന്നെ പോയി ഒളിച്ചിരുന്നോളൂ, പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഈ ഒരു സ്പിൽമാന് കുറച്ചും കൂടെ ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്കിൽ ശരി ഞാൻ വായിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു പിയാനോയുടെ അരികിലേക്ക് ചെല്ലുകയും അത് വായിക്കാനായിട്ട് തൻ്റെ കൈ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് സ്പിൽമാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാര്യം അപ്പോൾ നമുക്ക് റീഡേഴ്സിന് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു വാർ തുടങ്ങിയിട്ട് 2.5 years ആയി, അതായത് 2.5 വർഷം കഴിഞ്ഞു. 2.5 വർഷം കഴിഞ്ഞിട്ടാണ് താൻ ആദ്യമായി പിയാനോ വായിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് നോക്കുന്ന സമയത്ത് എന്തായാലും അദ്ദേഹത്തിന് വളരെ ഹൈജീനിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനൊന്നും അല്ല. അദ്ദേഹത്തിൻ്റെ നഖം നന്നായിട്ട് വളർന്നിട്ടുണ്ട്, കൈകളിൽ മുഴുവനും ചെളിയൊക്കെ നിറഞ്ഞ് ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ട് ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുവാണ് കൈകളൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ഇത് എങ്ങനെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എങ്ങനെ വായിക്കാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഭയങ്കര ഒരു വാചാലനായിട്ട് ഈ ഒരു സ്പിൽമാൻ ആ ഒരു പിയാനോയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും ഓഫീസർ പറഞ്ഞ സ്ഥിതിക്ക് വായിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം വായിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വായിക്കുന്ന മ്യൂസിക് എന്ന് പറയുന്നത് ചോപ്പിൻ എന്ന് പറയുന്ന ഒരു പോളിഷ് ഒരു ലെജൻഡ്, അതായത് വളരെ ഒരു പിയാനോ ഒക്കെ ഇതേപോലെ, അതായത് നമ്മുടെ സ്പിൽമാനെ പോലെ തന്നെ ഇങ്ങനെ വായിച്ചിരുന്ന ഒരു മ്യൂസിക് ലെജൻഡായിരുന്നു ചോപ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോക്ട്രെയിൻ എന്ന് പറയുന്ന ആ ഒരു വളരെ ലെജൻഡറി മ്യൂസിക്കാണ്. അതെന്ന് പറയുമ്പോൾ കുറച്ച് സാഡായിട്ടുള്ള ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു മ്യൂസിക്, ഒരു സോങ് ആണ്. അത് പിയാനോയിലേ നമുക്കത് വായിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതൊരു സി ഷാർപ്പ് മൈനർ എന്ന് പറയുന്നത് ഈ കീബോർഡിലൊക്കെ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കീസിൻ്റെ ടൈറ്റിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു മ്യൂസിക് വായിക്കുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞപ്പോൾ മുറിയിലാകെ നിശബ്ദതയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗ്ലൂമി ആയിട്ടുള്ള, വളരെ ശാന്തമായിട്ടുള്ള ഒരു മ്യൂസിക്കാണ് വായിച്ചത്. വായിച്ചു കഴിഞ്ഞതും പുറത്തൊരു ജർമ്മൻ ഒരാളുടെ സൗണ്ട് കേൾക്കുകയും ഒരു വെടിയൊച്ചയും സ്പിൽമാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഓഫീസർ പിന്നെയും സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ആ ഒരു ഓഫീസർ സ്പിൽമാനോട് പറയുന്നുണ്ട്, നീ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, നീ അടുത്തുള്ള വില്ലേജിലേക്ക് പൊക്കോളൂ, അവിടെയാണ് സേഫ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്ന സ്പിൽമാൻ തിരിച്ചു പറയുന്നത്, ഇല്ല, എനിക്കിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. ഈ ഒരു മറുപടി കേട്ട് കഴിയുന്ന സമയത്ത് ഓഫീസർ തിരിച്ച് സ്പിൽമാനോട് ചോദിക്കുവാണ്, അപ്പോൾ നീ ഒരു ജൂ ആണോ, അതായത് നീ ഒരു ജൂതനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്പിൽമാൻ പറയുന്നുണ്ട്, അതെ, ഞാനൊരു ജൂതനാണ്. അപ്പോൾ കാര്യം ആർക്ക് മനസ്സിലാകുന്നുണ്ട്, ഓഫീസർക്ക് മനസ്സിലാകുന്നുണ്ട്. കാര്യം ഇദ്ദേഹം ഒരു ജൂതനായ ഡെഫിനറ്റ്ലി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ജർമ്മൻ ആ ഒരു പട്ടാളം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, അത് ശരിയാണ്, നിനക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഓഫീസർ പിന്നെയും സ്പിൽമാനോട് ചോദിക്കുവാണ്, നീ ഈ ഒരു കെട്ടിടത്തിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേരായിട്ടുള്ള ഇൻ ദി ആറ്റിക്, അതാണ് നമ്മുടെ സ്പിൽമാൻ മറുപടിയായിട്ട് പറയുന്നത്. അതായത് ആറ്റിക് എന്ന് പറയുന്നത് നമ്മളുടെ വീടിനെ ഒക്കെ മച്ചിനെയാണ് ആറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഓഫീസർ ആ ഒരു ആറ്റിക് കയറി പരിശോധിക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം സ്പിൽമാൻ ഇതുവരെ കണ്ടുപിടിക്കാത്തൊരു കാര്യം ആ ഒരു ഓഫീസർ കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഒരു ആറ്റിക്കിൽ ഒരു സ്റ്റോർ റൂമുണ്ട്, അതായത് ഒരു ലോഫ്റ്റ് ഉണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സ്പിൽമാന് കുറച്ചും കൂടെ സേഫ്റ്റി കിട്ടും എന്ന് ഓഫീസർക്ക് മനസ്സിലാകുവാണ്. അപ്പോൾ ഓഫീസർ ആ ഒരു പ്ലേസ് കാണിച്ചു കൊടുത്തിട്ട് സ്പിൽമാനോട് പറയുന്നുണ്ട്, നീ ഇനി മുതൽ ഈ ഒരു ആറ്റിക്കിൽ, ഈ ഒരു ലോഫ്റ്റിൽ, അതായത് ഇവിടെയുള്ള ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ അകത്ത് കഴിഞ്ഞാൽ മതി, അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട്.
അതിനുശേഷം ആ ഒരു ഓഫീസർ സ്പിൽമാനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ, നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളായിട്ട് പട്ടിണിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ സ്പിൽമാൻ പറയുന്നുണ്ട്, ഇല്ല, ഒന്നും കഴിക്കാനൊന്നും ഇല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നിനക്കുള്ള ഫുഡ് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു മറുപടി കേൾക്കുന്ന സ്പിൽമാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ജർമ്മൻ ഓഫീസറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഓഫീസറാകട്ടെ വളരെയധികം അദ്ദേഹത്തിന് ഒരു ലജ്ജയോടുകൂടി സ്പിൽമാനോട് തിരിച്ചു പറയുന്നുണ്ട്, അതെ, ഞാനൊരു ജർമ്മനാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിൽ അദ്ദേഹത്തിന് ഒട്ടും സന്തോഷം തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്രത്തോളം ക്രൂരതകളാണ് ഈ ഒരു ജർമ്മൻ, ഈ ഒരു പട്ടാളം അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഈ മനുഷ്യരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു അഭിമാനവും ഈ ഒരു ജർമ്മൻ ഓഫീസറിന് തോന്നുന്നില്ല. അദ്ദേഹം അതിനുശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ഒരു 3 ദിവസത്തേക്ക് ഈ ഒരു ഓഫീസറിൻ്റെ ഒരു വിവരവും ഇല്ല. 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പിന്നെയും തിരിച്ചു വരുവാണ്. തിരിച്ച് ഈ ഒരു ആറ്റിക്കിലേക്കാണ് അദ്ദേഹം വരുന്നത്. അതിനുശേഷം അദ്ദേഹം വളരെ ഇരുട്ടാണ്, ആ ഒരു സമയത്ത് ലൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം ആ ഒരു ആറ്റിക്കിൻ്റെ അടുത്തേക്ക് വരികയും വളരെ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ അകത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്പിൽമാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ വന്നിരിക്കുന്നത് ആ ഒരു ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, അതെ, ഞാനിവിടെ അകത്തുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കുറച്ച് പേപ്പറിൽ പൊതിഞ്ഞൊരു കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള കുറച്ച് ബ്രെഡും അതുപോലെ തന്നെ ഗ്രീസ് പേപ്പറിൽ പൊതിഞ്ഞ ജാമും ഒക്കെയാണ്. അതായത് ഫുഡ് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ ഓഫീസർ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓഫീസർ കൊണ്ടുവന്ന ഫുഡ് താൻ കിടക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് സ്പിൽമാൻ ആണെങ്കിൽ അദ്ദേഹത്തോട്, ഓഫീസറിനോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് സമയം അവിടെ നിൽക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഓഫീസർ വളരെയധികം ഇംപേഷ്യൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് പതിഞ്ഞ സ്വരത്തിൽ പറയുകയാണ്, എനിക്ക് അധിക സമയമൊന്നും ഇവിടെ നിൽക്കാൻ കഴിയില്ല. കാര്യം എൻ്റെ കൂടെയുള്ള മറ്റ് പട്ടാളക്കാർ ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അധിക സമയം നിന്ന് കഴിഞ്ഞാൽ അത് 2 പേരുടെയും സേഫ്റ്റിക്ക് എന്താണ്, അപകടമാണ്. അപ്പോൾ എനിക്ക് നിൽക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സ്പിൽമാൻ സൈലൻ്റ് ആകുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഓഫീസർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നീ ഭയപ്പെടരുത്, ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ, അതായത് ഈ ഒരു വിൻ്റർ സീസൺ, ശീതകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർ അവസാനിക്കും. എന്നിട്ട് നീ എന്തായാലും എന്ത് ചെയ്യണം, പിടിച്ചു നിൽക്കണം, ധൈര്യം കൈവിടരുത്, ഈ ഒരു വാർ നീ സർവൈവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു ഓഫീസർ ഒരു പ്രതീക്ഷ സ്പിൽമാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് സ്പിൽമാന് അത്രയും നാളില്ലാത്ത ഒരു ഹോപ്പ് അവിടേക്ക് വരികയാണ്. അദ്ദേഹത്തിനൊരു സമാധാനം കിട്ടുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഓഫീസർ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെയും കുറേ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ പഴയ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണിപ്പോൾ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പീരങ്കികളോ അല്ലെങ്കിൽ ഗൺ ഷോട്ട്സോ ഒന്നും പുറത്ത് കേൾക്കുന്നില്ല. ചില ദിവസങ്ങളിൽ തീരെ കേൾക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിയൊച്ചകളൊന്നും തീരെ കേൾക്കാത്ത ദിവസങ്ങളിലൂടെയും ആ ഒരു സ്പിൽമാൻ കടന്നു പോകുന്നുണ്ട്. ഇതേ ഒരു സമയത്തൊക്കെ തന്നെ ഈ ഒരു ആറ്റിക്കിലേക്ക് ബാക്കി ജർമ്മൻ സോൾജേഴ്സും ഒക്കെ വരുന്നുണ്ട്. അവരുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ ഒരു ആറ്റിക്കിലെ ലോഫ്റ്റിലായതുകൊണ്ട് അവരാരും ഇദ്ദേഹത്തെ കാണുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അതായത് ഡിസംബർ 12 ആ ഒരു ഓഫീസർ, ജർമ്മൻ ഓഫീസർ അവസാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രാവശ്യം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ചും കൂടെ അന്ന് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതലായിട്ട് ബ്രെഡും ജാമും അതുപോലെ തന്നെ ഒരു എയ്ഡർ ഡൗൺ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടുത്ത മഞ്ഞ് സമയത്ത് ചൂട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പിളി പോലത്തെ ഒരു വസ്ത്രമാണ്, ഒരു ബ്ലാങ്കറ്റാണ്. അപ്പോൾ അതും കൊണ്ടാണ് വരുന്നത് സ്പിൽമാന് കൊടുക്കാനായിട്ട്. അതിനുശേഷം ആ ഒരു ഓഫീസർ സ്പിൽമാനോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ മിലിറ്ററി ടീമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാക്കി മെമ്പേഴ്സൊക്കെ ഉള്ളൊരു ടീമാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ വാർസാ വിട്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഓഫീസർ പറയുന്നുണ്ട്, നീ ഒരിക്കലും നിൻ്റെ പ്രതീക്ഷ എന്ത് ചെയ്യരുത്, നീ കൈവിടരുത് എന്ന് സ്പിൽമാനോട് പറയുന്നുണ്ട്. അപ്പോൾ സ്പിൽമാൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്, സ്ട്രീറ്റ് ഫൈറ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്ന എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓഫീസർ പറഞ്ഞു, നമ്മൾ 2 പേരും ഒരു 5 വർഷത്തോളമായിട്ട് ഈ ഒരു നരകത്തിൽ സർവൈവ് ചെയ്തെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നീ ഇതും എന്ത് ചെയ്യും, അതിജീവിക്കും, നീ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 പേരും അങ്ങനെ അവസാന കൂടിക്കാഴ്ചയാണ്.
ആ ഒരു ഓഫീസർ വാർസ വിട്ട് പോവുകയാണ്. അപ്പോൾ രണ്ടുപേരും ഗുഡ് ബൈ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് സ്പിൽമാൻ പെട്ടെന്നൊരു കാര്യം ഓർക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും സഹായമൊക്കെ ചെയ്തു കൊടുത്തൊരു ജർമ്മൻ ഓഫീസറാണ്. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായിരുന്നു അല്ലേ? അതായത് ഈ ഒരു ജർമ്മൻ ഓഫീസർ ഇത്രയും കാര്യങ്ങളൊക്കെ തനിക്ക് വേണ്ടി ചെയ്തു തന്നില്ല, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം തിരിച്ച് ചെയ്യണം എന്ന് നമ്മുടെ സ്പിൽമാൻ ഓർക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം കയ്യിൽ കൊടുക്കാനോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളിത് ഓർത്ത് വയ്ക്കുക, എൻ്റെ പേരെന്ന് പറയുന്നത് സ്പിൽമാൻ, വ്ളാഡിസ്ല സ്പിൽമാൻ എന്നാണ്. ഞാൻ ഈ ഒരു വാറിന് മുൻപ് ഞാനൊരു പിയാനിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോളിഷ് റേഡിയോയിൽ പിയാനോ വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ ഒരു വാർ എന്തെങ്കിലും അവസാനിച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ആ ഒരു പോളിഷ് റേഡിയോയിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം എപ്പോഴെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഓർക്കുക, എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫീസർ ഈ ഒരു വളരെ നാണത്തോടുകൂടി ഇങ്ങനെ ചിരിച്ചിട്ടാണ് നമ്മുടെ സ്പിൽമാനെ നോക്കി ചിരിച്ചിട്ടാണ് പോകുന്നത്. സ്പിൽമാനും അതേപോലെ തന്നെ അദ്ദേഹത്തെ നോക്കി ചിരിക്കുന്നുണ്ട്. കാര്യം രണ്ടുപേർക്കും വളരെ ഇന്നസെൻ്റായ രണ്ട് മനുഷ്യരാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്മൈൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസംബർ മാസമാണ്. അപ്പോൾ ഡിസംബറിൻ്റെ പകുതിയോടുകൂടി തന്നെ വളരെ തണുപ്പ് കൂടിയ ഒരു സമയം ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പിൽമാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അതായത് ഇപ്പം വർഷമെന്ന് പറയുന്നത് 1945 അപ്പോൾ സ്പിൽമാൻ പറയുന്നുണ്ട് 1939 ഈ ഒരു വേൾഡ് വാർ ആരംഭിച്ചതിന് ശേഷം ഇതിപ്പോൾ 6ാമത്തെ ക്രിസ്മസും 6ാമത്തെ ന്യൂ ഇയറുമാണ്. അത്രയും നാളും യുദ്ധമുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 6 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാപൂർവമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ വളരെ ഏകാന്തമായിട്ടുള്ളൊരു ലൈഫാണ് ഇപ്പോൾ അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ അദ്ദേഹത്തിനുള്ള അല്ലെങ്കിൽ അദ്ദേഹം കേൾക്കുന്ന ശബ്ദമെന്ന് പറയുന്നത് ആ ഒരു ആറ്റിക്കിലുള്ള മച്ചിലുള്ള എലികളുടെയൊക്കെ സൗണ്ട് മറ്റുമാണ്, അതിൻ്റെ ഓട്ടമൊക്കെയാണ്. അല്ലാതെ മറ്റൊരാളുമായിട്ടോ അദ്ദേഹത്തിന് കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ പഴയ കാലത്തെ ആ ഒരു ക്രിസ്മസൊക്കെ ഇങ്ങനെ ആലോചിക്കുവാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ, അച്ഛനും അമ്മയും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർ, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ, അപ്പോൾ അവരോടൊപ്പം ഒക്കെ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവർക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു. പക്ഷേ വീട് നഷ്ടപ്പെട്ട സമയത്തും ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസമെന്ന് പറയുന്നത് തൻ്റെ പേരൻസും ആ ഒരു സിബ്ലിങ്സും, അതായത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ഒക്കെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരൊക്കെ ഈ ഒരു ജർമ്മൻ പട്ടാളത്തിൻ്റെ പിടിയിലാവുകയും ഹോളോകോസ്റ്റിൽ അതിൻ്റെ ഇരയാവുകയും ചെയ്തവരാണ്. അപ്പോൾ കുടുംബത്തെയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു 6 വർഷത്തോളമായിട്ട് ഒറ്റയ്ക്കാണ്, അതായത് തനിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഏകാന്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് അദ്ദേഹം പറയുവാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, കാര്യം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം ഏത് നിമിഷവും കൊല്ലപ്പെടാം. അപ്പോൾ പക്ഷേ തനിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്തേ മതിയാവും, ജീവൻ രക്ഷിക്കാനായിട്ട് ഒളിച്ചിരുന്നേ മതിയാവും എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. പിന്നെയും ദിവസങ്ങളൊക്കെ കടന്നുപോയി, ന്യൂ ഇയർ വന്നു. ജാനുവരി 14 ആയ സമയത്ത് പതിവില്ലാതെ അദ്ദേഹം ജർമ്മൻ സോൾജിയേഴ്സിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു ജർമ്മൻ സോൾജിയേഴ്സിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അവർ ഈ ഒരു ആറ്റിക്കിലേക്കൊക്കെ കയറി വരുന്നുണ്ട്. അവരുടെ ശബ്ദത്തിലും അവരുടെ പ്രവൃത്തിയിലും ഒക്കെ ഒരു ടെൻഷൻ സ്പിൽമാൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിന്നെയും പേടി വരികയാണ്, എന്തോ ഒരു വലിയ സംഭവം നടക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു പേടി വരുന്നുണ്ട്. ജാനുവരി 15 രാവിലെ ഒരു ഹെവി ആർട്ടിലറി ഫയർ, അതായത് പീരങ്കിയൊക്കെ വെച്ചിട്ടുള്ള വെടിയൊച്ചകളും കാര്യങ്ങളും ഒക്കെ സ്പിൽമാൻ കേൾക്കുന്നുണ്ട്. അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് മുഴുവനായിട്ടും കുലുങ്ങുന്നുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇത്തരത്തിലുള്ള ഫയറിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴും സ്പിൽമാൻ വളരെ ഭയത്തോടു കൂടി ആ ഒരു ലോഫ്റ്റിൽ കഴിയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും സ്ട്രീറ്റ് ഫൈറ്റ് ആരംഭിക്കാം, അതുപോലെ തന്നെ ചിലപ്പം താൻ ഇനി എന്തായാലും കൊല്ലപ്പെടും എന്നൊക്കെയുള്ളൊരു പേടി അദ്ദേഹത്തിനെ അലട്ടുന്നുണ്ട്. പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കര ഒരു സമാധാനം, പ്രത്യേകിച്ച് ഒച്ചകളും കാര്യങ്ങളും ഒന്നുമില്ല. ഏകദേശം 1 മണി ഒക്കെ ആയ സമയത്ത് ബാക്കി അവിടെ ഉണ്ടായിരുന്ന ജർമ്മൻ സോൾജിയേഴ്സ് എല്ലാം തന്നെ ആ ഒരു ബിൽഡിങ് വിട്ട് പോകുന്നതായിട്ടും അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഫുള്ള് നിശബ്ദതയാണ്. ആരുടെയും ഈ പറയുന്ന പോലെ കാലച്ചകളൊന്നും കേൾക്കാനായിട്ടില്ല.
അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അദ്ദേഹം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സൗണ്ട് നമ്മുടെ സ്പിൽമാൻ കേൾക്കുന്നുണ്ട്. അത് വന്നിരുന്നത് ഈ ഒരു പോളിഷ് ലാംഗ്വേജിൽ, പോളിഷ് റേഡിയോയിലെ ലൗഡ് സ്പീക്കറിൽ നിന്ന് ഒരു സന്ദേശമാണ്. ആ സന്ദേശമെന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നു: ജർമ്മനി വേൾഡ് വാർ സെക്കൻഡിൽ ഡിഫീറ്റായി. അതുപോലെ തന്നെ വാർസ ഇപ്പോൾ എന്ത് ചെയ്തു, അവരുടെ കയ്യിൽ നിന്നും സ്വതന്ത്രമാവുകയും ചെയ്തു. അതായത് ജർമ്മനി തോറ്റു, അതുപോലെ തന്നെ വാർസ ലിബറേറ്റ് ആവുകയും ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഇത് കേട്ട സമയത്ത് നമ്മുടെ സ്പിൽമാൻ എന്ത് ചെയ്യുകയാണ്, 6 വർഷത്തോളമായിട്ട് അദ്ദേഹം പോളിഷ് ലാംഗ്വേജിൽ അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റോ കാര്യങ്ങളോ കേട്ടിട്ടില്ല. ഇത് കേട്ട സമയത്ത് ഈ ഒരു സ്പിൽമാൻ ഒരു പ്രതീക്ഷ വരുവാണ്. അതായത് ജർമ്മൻ ആർമിയൊക്കെ തന്നെ ഈ ഒരു ഫൈറ്റിൽ നിന്നുമൊക്കെ പിന്മാറിയെന്ന് അദ്ദേഹം കേൾക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വെളിച്ചം വന്നു തുടങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ സോൾജിയർ പോകുന്നതിന് മുൻപായിട്ട് തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ഈ ഒരു സ്പിൽമാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു അവസാനം വന്ന സമയത്ത് ആ ഒരു ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ഈ ഒരു ഫുഡും ഒക്കെ കൊടുത്ത സമയത്താണ് ഈ ഒരു ഓവർകോട്ട്, അതായത് മിലിറ്ററി ഓവർകോട്ടാണ് ജർമ്മനിയുടെ, അത് കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു സമയത്ത് സ്പിൽമാൻ്റെ വേഷമെന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത്രയും വർഷത്തോളമായിട്ട് അദ്ദേഹത്തിന് നല്ല വേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വാറ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടാണ് ഇവർ കോട്ടും കൂടെ അവിടെ വെച്ചിട്ട് ആ ഒരു ഓഫീസർ പോയത്. അപ്പോൾ അദ്ദേഹം അതൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ആ ഒരു കെട്ടിടത്തിൻ്റെ വാതിൽ തുറന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ മൂടൽമഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൂരെ ആയിട്ടൊരു വുമൺ സോൾജിയറിനെ ഈ ഒരു സ്പിൽമാൻ കാണുന്നുണ്ട്. ഒരു പോളിഷ് യുവതിയാണ്, ഒരു സോൾജിയറിനെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്ത്രീയാണെങ്കിൽ കുറേ ഭാണ്ഡക്കെട്ടുകളും ഒക്കെ ആയിട്ട് നടന്നു പോകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പിൽമാൻ ആ ഒരു സ്ത്രീയെ വിളിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓവർകോട്ട് വന്ന സ്ത്രീ അദ്ദേഹം ഒരു ജർമ്മൻ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഉറക്കെ വിളിച്ച് പറയുകയാണ്, എ ജർമ്മൻ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആ ഒരു വുമൺ സോൾജിയർ ആകട്ടെ കേട്ട പാതി എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫയർ ചെയ്യുന്നുണ്ട്, അതായത് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അത് ആ ഒരു ഷൂട്ട് എവിടേക്കാണ് ചെല്ലുന്നത്, ഭിത്തിയിലേക്കാണ്. അപ്പം നമ്മളുടെ സ്പിൽമാനെ എഗെയിൻ അദ്ദേഹം ഓടുകയാണ് ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക്. അദ്ദേഹം ഒളിച്ചിരുന്ന ആ ഒരു ആറ്റിക്കിലേക്ക് ഓടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പുറത്ത് ഒരു പീരങ്കി ശബ്ദമൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഇവർ അദ്ദേഹത്തെ ഒരു ജർമ്മനായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുവാണ് എന്ന് മനസ്സിലായി. അദ്ദേഹം അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ കുറേ സോൾജിയേഴ്സ് ആ കെട്ടിടം മുഴുവനായിട്ട് വളയുന്നുണ്ട്, അദ്ദേഹം ഒരു ജർമ്മൻ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ കണ്ടീഷനെക്കുറിച്ച് ആലോചിക്കുവാണ്. ഇത്രയും നാൾ ഒരു ജൂതൻ എന്നുള്ള രീതിയിൽ ആ ഒരു ജർമ്മൻ സോൾജിയേഴ്സിൻ്റെ കയ്യിൽ നിന്നും 6 വർഷം അദ്ദേഹം സർവൈവ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഒരു ജർമ്മനാണ് എന്ന് വിചാരിച്ചിട്ട് പോളിഷുകാരെന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ശ്രമിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു മിലിറ്ററി ഓഫീസേഴ്സ് ഇദ്ദേഹത്തിൻ്റെ ആറ്റിക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു പോളിഷ് ആണ് എന്ന് വിളിച്ച് പറയുന്നുണ്ടല്ലോ, പോളണ്ടിലെ ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ച് ചോദിക്കുന്നത്, നിങ്ങളൊരു പോളിഷ് ജനതയിൽപ്പെട്ട ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ജർമ്മൻ സോൾജിയറിൻ്റെ മിലിറ്ററി യൂണിഫോം ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട്, ഇതുപോലെ ഒരു ഓഫീസർ വന്നിട്ട് പോയതാണെന്നും. അപ്പം ഇദ്ദേഹത്തിന് പുറമേ ഉള്ള അപ്പിയറൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി നല്ല ടയേർഡാണ്, അദ്ദേഹത്തിന് എത്രയോ നാളായിട്ട് ഫുഡും കാര്യങ്ങളും ഒന്നും ആ ഒരു ഓഫീസർ കൊടുക്കുന്ന അല്ലാണ്ട് വേറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഭയങ്കര ക്ഷീണിച്ചും പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടീഷനൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് അദ്ദേഹത്തെ വിശ്വാസമാവുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു പിയാനിസ്റ്റ് ആയിരുന്നു എന്നും തൻ്റെ കഴിഞ്ഞ കഥകളൊക്കെയും ഫാമിലിയെ നഷ്ടപ്പെട്ടതും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പോളിഷ് ജനത അല്ലെങ്കിൽ ഈ ഒരു ഓഫീസേഴ്സ് വന്ന പോളിഷ് ഓഫീസേഴ്സിന് മനസ്സിലാകുന്നുണ്ട്, അതെ അദ്ദേഹം ഒരു പോളണ്ടിലുള്ള ഒരു വ്യക്തിയാണ്, ഒരു ജൂയിഷ് ആണെന്ന് മനസ്സിലാക്കി അവർ അദ്ദേഹത്തെ ആ ഒരു മിലിറ്ററി ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരു 2 ആഴ്ചത്തേക്ക് മിലിറ്ററി ക്യാമ്പിൽ അദ്ദേഹം താമസിക്കുവാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിന് പുതിയ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുത്ത് 2 ആഴ്ചത്തേക്ക് അദ്ദേഹം ഇങ്ങനെ ആ ഒരു ക്യാമ്പിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ 2 ആഴ്ചയോളം ആ ഒരു ക്യാമ്പിൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 2 ആഴ്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ 6 വർഷത്തോളമായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം വാർസായുടെ സ്ട്രീറ്റുകളിലൂടെ നടക്കുന്ന സമയത്ത് അത്രയും നാളും എന്താണ് ഈ പറയുന്ന പോലെ ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ സന്തോഷമോ ഒരു കോണ്ടാക്റ്റും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം നോക്കുമ്പോൾ
കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഒക്കെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ആ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു കാഴ്ച അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിന് വളരെയധികം അത് കാണുന്ന സമയത്ത് സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ജൂയിഷ് ഗെറ്റോകളുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മൻ പട്ടാളം ആ ഒരു ചേരികളിൽ വെച്ചിട്ടാണ് ജൂതന്മാരെ നിർത്തി കൊന്നിരുന്നത്. ഒരുപാട് ജൂതന്മാരെ കൊന്ന ഒരു ചേരിയാണ് ഈ ജൂയിഷ് ഗെറ്റോസ് എന്ന് പറയുന്നത്. ആ സ്ഥലങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 വർഷങ്ങളായിട്ട് അവിടെ ഇത്രയും കൊലപാതകങ്ങളോ നടന്നുവെന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളുടെ സ്പിൽമാന് ഫീൽ ചെയ്യുന്നില്ല. കാര്യം എല്ലാം പുതിയതായിട്ട് മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ അവസാനിക്കുന്ന സമയത്ത് സ്പിൽമാൻ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് എൻ്റെ പിന്നിൽ ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല. എനിക്ക് നാളെ മുതൽ എന്ത് ചെയ്താലേ മതിയാകൂ, ഒരു പുതിയ ജീവിതം ആരംഭിച്ചാലേ മതിയാകൂ എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വരികയും അദ്ദേഹം നാളെ മുതൽ ഒരു പുതിയ മനുഷ്യനായിട്ടൊരു പുതിയ ജീവിതം ആരംഭിക്കാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. ഈ ഒരു പാഠഭാഗം അവസാനിക്കുന്ന സമയത്ത് യുദ്ധം എന്ന് പറയുന്ന ആ ഒരു കാര്യം എങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഭയങ്കര വിനാശകരമായ ഒന്നായി മാറുന്നതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഈ ഒരു പാഠഭാഗം തരുന്നുണ്ട്. അത് സ്പിൽമാൻ്റെ ആ ഒരു ലൈഫ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു. ആ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിൽ വരുമ്പോൾ അദ്ദേഹം മാത്രമേ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ സർവൈവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ജർമ്മൻ പട്ടാളക്കാരും ഒരേപോലെ അല്ല. അതായത് ഈ വാറിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരിൽ എല്ലാവരും ഒരേ ചിന്താഗതി ഉള്ളവരല്ല. അവിടെയും എന്തുണ്ട്, ഈ പറയുന്ന പോലെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യത്വം, മറ്റുള്ളവരോടുള്ള സ്നേഹം, കരുണയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളൊരു ഐഡിയയും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഓഫീസർ, നമ്മൾ പറഞ്ഞ ജർമ്മൻ ഓഫീസർ വിൽ ഹോസൻഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു ഓഫീസർ പക്ഷേ യുദ്ധത്തിൻ്റെ അവസാനമായപ്പോൾ ഒരു ജർമ്മൻ ഓഫീസർ ആയതുകൊണ്ട് മാത്രം സോവിയറ്റ് യൂണിയൻ്റെ കയ്യിൽപ്പെടുകയും അദ്ദേഹം ഇത്രത്തോളം, അതായത് ഇപ്പോൾ സ്പിൽമാനെ മാത്രമല്ല ഒരുപാട് ഈ ഒരു ജൂയിഷ് പീപ്പിളിനെ ഒക്കെ ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തെ ഈ ഒരു സോവിയറ്റ് യൂണിയൻകാർ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ സ്പിൽമാനെ അറിയിക്കാൻ അദ്ദേഹം നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പിൽമാൻ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന്. പക്ഷേ അദ്ദേഹം കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസർ ആയതുകൊണ്ട് മാത്രം, അതായത് ഇദ്ദേഹം ഇത്രയും പേരെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും ഒരു ജർമ്മൻ ഓഫീസർ ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ 25 വർഷത്തോളം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹാർഡ് ലേബറും പറഞ്ഞ് അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയാണ് ചെയ്തത്. പക്ഷേ ജയിലിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹം മരിച്ചും പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് അത്രയും നല്ലൊരു മനുഷ്യൻ പോലും, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസറാണ്. പക്ഷേ അദ്ദേഹം ഒരുപാട് പേരെ രക്ഷിച്ചിട്ട് പോലും ഈ ഒരു യുദ്ധം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസർ ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു മനുഷ്യന് തൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നത്. അപ്പോൾ വാറെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരുപാട് നിസ്സഹായരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ മോശകരമായിട്ട് ബാധിക്കുന്നുവെന്നും ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇൻ ദി ആറ്റിക് എന്ന് പറയുന്ന നമ്മളുടെ ചാപ്റ്റർ. പ്രധാനമായിട്ടും വേൾഡ് വാർ സെക്കൻഡും അതുപോലെ തന്നെ ജൂയിഷ് പീപ്പിൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നും വാറിൻ്റെ ഒരു നെഗറ്റീവ് സൈഡുമാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. താങ്ക് യു.